ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ബയോളജിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പുതിയ ടെസ്റ്റാണ്. ടെസ്റ്റൊക്കെ എല്ലാവർക്കും ഇപ്പോഴൊക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. 9 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്റർ ഫിസിക്സിലും അടുത്ത 3 ചാപ്റ്റർ 4 മുതൽ 6 വരെ ഉള്ളത് കെമിസ്ട്രിയിലും 7, 8, 9 ബയോളജിയിലുമാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റർ ഭൗതിക ശാസ്ത്രത്തിലും അത് കഴിഞ്ഞ് 4, 5, 6 രസതന്ത്രത്തിലും 7, 8, 9 ജീവശാസ്ത്രത്തിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ സയൻസിനെ തന്നെ 3 പാർട്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വർഷം മുതൽ ഉള്ളത്. ഇതില് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന ചാപ്റ്റർ ആണ്. നോക്കാം. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. ഇത് 7ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത്. ബയോളജി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. ഫാർമേഴ്സ് ഡേ സെലിബ്രേഷൻ, ഒരു കർഷക ദിനത്തില് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിന്റെ ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ട നോക്കാം എന്താണെന്നുള്ളത്. ഡിലിജന്റ് സ്റ്റുഡന്റ് ഹൂ ഈസ് റിസീവിംഗ് ദ കർഷക പ്രതിഭ അവാർഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഫാർമർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി വെജിറ്റബിൾസ് അറ്റ് എ ലോ കോസ്റ്റ്. എന്താണ്? ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്ന് മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടിയുടെ പടമാണ് ആ കൊടുത്തിരുന്നത്. വാട്ട് ഡു ദ ഗവൺമെന്റ് എയിം ദ ഗിവിംഗ് സച്ച് അവാർഡ്സ് ടു ചിൽഡ്രൻ. ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? കൃഷി മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കുക. മറ്റുള്ള കുട്ടികളിലേക്കും കൃഷി എന്ന ആശയം വരാത്തക്ക രീതിയിലാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ പ്രചോദനമായിട്ട് നൽകുന്നത്. ഓക്കെ. കൃഷിയിൽ ഇതുപോലെ നേട്ടം കൈവരിച്ച ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ മേഖലയിലെ ഏത് പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേയമാക്കിയതെന്നുള്ളതൊക്കെ കണ്ടെത്തി ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു യു നോ എനിവൺ ഹു ഹാസ് അച്ചീവ്ഡ് സിമിലർ സക്സസ്? ഇതേ രീതിയിൽ നേട്ടം കൈവരിച്ച ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ കാർഷിക മേഖലയിൽ ഏത് പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേയരാക്കിയതെന്നത് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിയുടെ കർഷകന്റെ അനുഭവക്കുറിപ്പാണ്. അനുഭവക്കുറിപ്പിന്റെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. ലെറ്റ് us take a look at a portion of a report submitted by this student farmer to the award selection committee. Read the given എക്സ്പെർട്ട് ഓഫ് ദ റിപ്പോർട്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥി കർഷകന്റെ അനുഭവക്കുറിപ്പിലെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. ഐ ആം എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 8. My family consists of my father, mother and sister. We have our own house and 15 cents of land. My father is a small scale businessman. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം. സ്വന്തമായ ഒരു വീടും 15 സെന്റ് പുരയിടവുമാണ് ഞങ്ങൾക്കുള്ളത്. അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ്. ആ കുട്ടിയുടെ കാര്യം പറയുന്നതാണ്. I became more interested in farming when I visited a farm as part of my school activities. അപ്പോൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് കൃഷിത്തോട്ടം സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യം ഉണ്ടായത്. Then I gathered more information by contacting experts in the field of agriculture. Considering the space constraint, I made precise plans and started farming. I mainly cultivate beans, bitter gourd, brinjal, ladyfinger, avocado, mint, spinach, green chili and tomato. അപ്പോൾ എന്തോന്നാണ്? തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത്. എന്തൊക്കെയാണ് കൃഷി ചെയ്തത് ആ കുട്ടി? പയർ, പാവൽ, വഴുതന, വെണ്ട, കോവൽ, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. After meeting our household needs, we can also sell the vegetables and
Through this we can earn about ₹2,000 per week. അപ്പോൾ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട്. ഒരാഴ്ചയിൽ ഏകദേശം എത്ര രൂപ വരെ കിട്ടുമായിരുന്നു? ഇതിൽ നിന്ന് 2,000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. ഐ ഹാവ് ബീൻ റിസീവിംഗ് unconditional support and cooperation from agriculture officer, Gram Panchayat administration and the agricultural cooperative society. Recently, I have also been യൂട്ടിലൈസിങ് സം ഓൺലൈൻ സർവീസസ്. അപ്പോൾ കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, കൃഷി സഹകരണ സംഘം എന്നിവരുടെ നിർലോഭമായ പിന്തുണയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ കുട്ടി കൃഷി ചെയ്ത ആ ഒരു രീതി പറയുകയാണ്. നോക്കാം. Weren't you happy on hearing about our friend's success story? നമ്മുടെ സുഹൃത്തിന്റെ വിജയഗാഥ കേട്ടപ്പോൾ സന്തോഷം തോന്നിയില്ലേ? തോന്നിയോ? തോന്നി ഇല്ലേ? There are many individuals in our state who have achieved success in the field of agriculture. Prepare a note by examining the newspaper reports based on the indicators. അപ്പൊ ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം കൈവരിച്ച ഒട്ടനവധി പേർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. അത് നൽകിയിരിക്കുന്ന പത്രവാർത്തകൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. നോക്ക്, എന്താണ് ആദ്യത്തെ? സ്കൂൾ സ്റ്റുഡൻറ് സീക്ക് പാറ്റന്റ് ഫോർ ടപ്പിയോക്ക ഹാർവെസ്റ്റർ. എന്താണ് ടപ്പിയോക്ക പാറ്റന്റ് തേടി സ്കൂൾ വിദ്യാർത്ഥി. A school student has garnered media attention for developing simple machine for harvesting tapioca. This little scientist has applied for a patent for the innovation. എന്താണ്? മരിച്ചീനി വിളവെടുപ്പിന് ലഘുയന്ത്രം വികസിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സയന്റിസ്റ്റ്. അടുത്തെന്തോന്നാണ്? സക്സസ് ഇൻ ബനാന ലീഫ്, വാഴയിലയിലെ വിജയം. എടപ്പാൾ. ഇൻസ്റ്റെഡ് ഓഫ് ബനാന ബഞ്ചസ്, എ യങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമർ ഫ്രം എടപ്പാൾ ഹാസ് scripted a new success story through the marketing of banana leaves. The idea struck when banana bunches were selling at a low price, prompting him to think, what if I sell banana leaves instead? അപ്പോൾ വാഴക്കുലകൾക്ക് പകരം വാഴയില വിപണനത്തിലൂടെ വിജയത്തിന്റെ പുതുഗാഥ രചിക്കുകയാണ് എടപ്പാളിലെ ഉന്നത ബിരുദധാരിയായ യുവ കർഷകൻ. വാഴക്കുലയ്ക്ക് വില കുറഞ്ഞപ്പോൾ വാഴയില വിൽക്കാമെന്ന വേറിട്ട ചിന്തയാണ് അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് നയിച്ചത്. അടുത്ത സ്റ്റുഡൻസ് ലീഫി ഗ്രീൻ ഷോപ്പ്, വിദ്യാർത്ഥിയുടെ ഇലക്കറിക്കട. ലീഫി ഗ്രീൻ ഷോപ്പ്, a college student startup aimed at utilizing the market value of nutrient-rich leafy greens achieved record sale within a year of its inception. എന്താണ്? പോഷകമൂലമുള്ള ഇലക്കറികളുടെ ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വിറ്റുവരവിൽ റെക്കോർഡ്. അപ്പോൾ അതിന്റെ വിപണന സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തര് കണ്ടെത്തി അതിലൊക്കെ വിജയം കൈവരിച്ചതിന്റെ അവരുടെ നേട്ടങ്ങളാണ് ഈ പറയുന്നത്. അടുത്ത എന്റർപ്രണർ ത്രൂ ടർമറിക് കൾട്ടിവേഷൻ. ടർമറിക് കൾട്ടിവേഷനിൽ വയനാട്, എ യങ് മാൻ ഹൂ സ്റ്റാർട്ടഡ് ടർമറിക് കൾട്ടിവേഷൻ ഓൺ 2 acres ഓഫ് ലാൻഡ്. അടുത്ത നോക്ക്, എന്റർപ്രണർ ത്രൂ ടർമറിക് കൾട്ടിവേഷൻ വയനാട്, എ യങ് മാൻ ഹൂ സ്റ്റാർട്ടഡ് ടർമറിക് കൾട്ടിവേഷൻ ഓൺ 2 acres ഓഫ് ലാൻഡ് പ്ലേസ്ഡ് difficulties during harvest time due to low market prices. When he realized that numerous value-added products could be made from turmeric, he became a new entrepreneur. അപ്പോൾ 2 ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്ത യുവാവ് വിളവെടുപ്പ് സമയത്തെ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായി. എന്നാൽ മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന തിരിച്ചറിഞ്ഞതോടെ യുവാവ് പുതിയൊരു സംരംഭകനായി മാറി. അപ്പൊ കൃഷിയിൽ നിന്ന് ഓരോരുത്തര് ചെയ്ത ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തെന്തോന്നാണ്? ന്യൂ ബ്രാൻഡ് ഫോർ ഗന്ധകശാല.
നോക്ക്, ഗന്ധകശാല ദ വാല്യുബിൾ വെറൈറ്റി ഓഫ് റൈസ് വാസ് കൾട്ടിവേറ്റഡ് ഇൻ എ യൂണിക് വേ ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ് അണ്ടർ സ്പെഷ്യൽ ബ്രാൻഡ് റിസീവ്ഡ് എ ഗുഡ് റെസ്പോൺസ് ഇൻ ദ മാർക്കറ്റ്. ഇൻസ്പയർഡ് ബൈ ദിസ്, മോർ യങ് എന്റർപ്രണേഴ്സ് ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് കൾട്ടിവേഷൻ അറ്റ് മോർ പ്ലേസസ്. അപ്പൊ ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ്, അന്യം നിന്ന് പോകുന്ന ഗന്ധകശാല നെല്ലിനം തനതു രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കിയതോടെ നല്ല വിറ്റുവരവുണ്ടായി. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷിക്കൊരുങ്ങുകയാണ് യുവ സംരംഭകർ. അപ്പോൾ ഓരോ ആൾക്കാരും അവര് കൃഷി ചെയ്ത് അതിലുണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ്, ന്യൂസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കും കൃഷിയൊന്ന് ചെയ്താലോ എന്നൊരു തോന്നൽ ഉണ്ടാവും, ഇല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഐഡിയാസ് ഹാവ് യു ലേൺഡ് ഫ്രം ദ ന്യൂസ് റിപ്പോർട്ട്? ഈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ, പത്രവാർത്തകളിൽ നിന്ന് നിങ്ങൾ പുതുതായി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കൃഷി കൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെന്താണ്? വിഷമയമല്ലാത്ത ആഹാര സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിയും, അല്ലേ? പിന്നെ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേസ്? പുതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ അതർ പോസിബിലിറ്റി ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ? കൃഷി ലാഭകരമാക്കാൻ മറ്റെന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത്? ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. നോക്ക്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേസ് ഇൻ അഗ്രികൾച്ചർ? എന്താണ്? കൃഷിയിൽ പുതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ യുവ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? lack of space, storage of labors, pest infestation, disease, fall in price of products, exploitation by middlemen, lack of knowledge and experience about scientific method, scarcity of water and lack of goods planting material. എന്തൊക്കെ? സ്ഥലപരിമിതി, കർഷക തൊഴിലാളികളുടെ കുറവ്, കീടബാധ, രോഗബാധ, ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ്, ഇടനിലക്കാരുടെ ചൂഷണം, ശാസ്ത്രീയമായ രീതിയെക്കുറിച്ച് അറിവും പരിചയവുമില്ലായ്മ, ജലദൗർലഭ്യം, മികച്ച നടീൽ വസ്തുക്കളുടെ അഭാവം. ഇതെല്ലാം എന്തോന്നിന്? പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ യുവ കർഷകരെ പ്രേരിപ്പിച്ചു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തോന്നാണ്? വാട്ട് ആർ ദ പോസിബിലിറ്റി ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ? കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകളാണുള്ളത്? അസിസ്റ്റൻസ് വിത്ത് light machinery to reduce labor burden, manufacturing and branding of value added product, direct delivery of non-toxic vegetables and local varieties, online marketing, fruit processing, manufacturing of organic fertilizer, യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി ഫോർ അഗ്രികൾച്ചർ. എന്തൊക്കെയാണ്? അധ്വാന ഭാരം ലഘൂകരിക്കാനുള്ള ലഘുയന്ത്രങ്ങളുടെ സഹായം, പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ബ്രാൻഡിംഗ് ചെയ്തുള്ള വിപണനം, വിഷരഹിത പച്ചക്കറികളും നാടൻ ഇനങ്ങളും നേരിട്ടെത്തിക്കൽ, ഓൺലൈൻ വിപണന സാധ്യതകൾ, പഴവർഗ സംസ്കരണം, ജൈവവള നിർമ്മാണം, കൃഷിക്കായി സൗരോർജം പ്രയോജനപ്പെടുത്തൽ മുതലായവ. ഇതെല്ലാം കൃഷി ലാഭകരമാക്കാനുള്ള സാധ്യതകളാണ്. ഓക്കെ, അത് നോക്കോ. ഇന്നവേറ്റ് അഗ്രികൾച്ചറൽ initiatives can strengthen rural economics, enhance food security and inspire future generations to engage in farming. നൂതന കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുകയും സ്വാശ്രയത്വം വളർത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് ആർ അവൈലബിൾ ഫോർ ദോസ് സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ? പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്? ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അഗ്രികൾച്ചർ എ സക്സസ് സ്റ്റോറി, കൃഷിയുടെ ഒരു വിജയഗാഥ. ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റം ആണെങ്കിൽ അതിൽ എന്തൊക്കെയാണെന്ന്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അതെങ്ങനെയൊക്കെ സഹായകമാവും, ഫാമിലി മെമ്പേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അഗ്രികൾച്ചർ ഓഫീസർ, കൃഷിഭവൻ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് സഹായകമാവുന്നതെന്ന് നോക്കാം. What types
or support or help or are available for those starting new agriculture venture. നൂതന കാർഷിക സംരംഭം തുടങ്ങുന്നവർക്ക് എന്തൊക്കെ സഹായങ്ങൾ ഓർ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്? അതിലൊന്നാമത്തെ ഓൺലൈൻ സിസ്റ്റത്തിൽ വരുന്നത്. അവിടെ കുറെ കോളത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് ഫില്ല് ചെയ്താൽ മതി. എന്താണ് എഫക്റ്റീവ് സൊല്യൂഷൻസ് ഫോർ ഡിസീസ് അത് തന്നിട്ടുണ്ട്. പിന്നെ എന്തോന്നാണ് പെസ്റ്റ് ഇൻഫെക്ഷൻ, ഫിനാൻഷ്യൽ എയ്ഡ് ടു നോ അബൌട്ട് ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഫോർ മാർക്കറ്റിംഗ്, ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്. എന്തൊക്കെ ഓൺലൈൻ സംവിധാനത്തിൽ രോഗകീടബാധ പ്രശ്ന പരിഹാരം, സാമ്പത്തിക സഹായം, കാലാവസ്ഥ മാറ്റം അറിയുന്നതിന്, വിപണനം, സംശയ നിവാരണത്തിനൊക്കെ ഓൺലൈൻ സംവിധാനം സഹായിക്കും. അടുത്ത സഹകരണ സംഘങ്ങൾ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ്, പ്രൊവൈഡ് ഫെർട്ടിലൈസർ അറ്റ് ലോ പ്രൈസസ്, ഫിനാൻഷ്യൽ എയ്ഡ്. എന്തൊക്കെയാണ്? സംഭരണം, വിപണനം, പിന്നെ കുറഞ്ഞ വിലയിൽ വളമൊക്കെ ലഭ്യമാക്കൽ, സാമ്പത്തിക സഹായമൊക്കെ ഈ സഹകരണ സംഘങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി കിട്ടും. അടുത്ത കുടുംബാംഗങ്ങൾ, ഫാമിലി മെമ്പേഴ്സ് എന്തോന്നാണ്? ഫിനാൻഷ്യൽ എയ്ഡ്, കോർപ്പറേഷൻ ഇൻ വർക്ക്, എൻകറേജിങ്. എന്താണ്? സാമ്പത്തിക സഹായം, പിന്നെ കഠിനാധ്വാനത്തിന്റെ സഹകരണം, പ്രോത്സാഹനമൊക്കെ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിൽ എന്തോന്നാണ്? പ്രൊവൈഡ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ലോൺ ഇൻ സബ്സിഡി റേറ്റ്, റിക്കഗ്നേഷൻ ഓർ ഗിവിംഗ് അവാർഡ്. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ, സബ്സിഡി, ലോണ്, അവാർഡ് പോലുള്ള അംഗീകാരങ്ങളൊക്കെ നൽകും. അത് കഴിഞ്ഞിട്ട് അടുത്തെന്താണ്? കൃഷിഭവൻ. പ്രൊവിഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, ട്രെയിനിങ്, പബ്ലിഷിംഗ് ഇൻഫോർമേറ്റീവ് പാംപ്ലെറ്റ്സ്. അതായത് കൃഷിഭവൻ എന്ന് പറയുന്നത് നടീവസ്തുക്കൾ ലഭ്യമാക്കൽ, പരിശീലനങ്ങൾ, ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കൽ. ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടും. അപ്പൊ ഓൺലൈൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ? ഓൺലൈൻ സിസ്റ്റം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാമിലി മെമ്പേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, കൃഷിഭവൻ. ഓക്കെ, ഓൺലൈൻ സംവിധാനം, സഹകരണ സംഘങ്ങൾ, പിന്നെന്തുവാണ്? കുടുംബാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷിഭവൻ. അടുത്ത് നോക്കും, മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ. എന്താണ്? സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്താൻ. Our young farmer presents a model as a guiding example for those who regret a lack of space for farming. അപ്പൊ എന്താണ്? കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ല എന്ന് പരിതപിക്കുന്നവർക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക. തന്നല്ലോ 15 സെന്റ് സ്ഥലത്തിനുള്ളിലാണ് അത്രയും കൃഷി ചെയ്തത്. അപ്പോൾ കൃഷി ചെയ്യാൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട, ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? തന്റെ 15 സെന്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചില സൂചനകളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? provides insights into how he has effectively utilized in 15 cent plot of land in fullest. നോക്ക്, possibilities and limitation of each method shown. നോക്ക്, ചാക്കിലെ കൃഷി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നോക്ക്. എന്തോന്നാണ്? സാക്ക് ഫാമിംഗ് ഉണ്ട്, പിന്നെന്തോന്നാണ്? അക്വാപോണിക്സ്. എന്താ കണ്ടോ? അക്വാപോണിക്സ്. പിന്നെന്തോന്നാണ്? പെറ്റ് ബോട്ടിലെ കൃഷി, പെറ്റ് ബോട്ട് ഫിറ്റിൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്. കണ്ടോ? ഒന്നിനു മുകളിൽ ഒന്നായിട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ എന്തോന്നാണ്? ടെറസ് ഫാമിങ്, പോട്ട് കൾട്ടിവേഷൻ. അപ്പോൾ പല രീതിയിൽ ചെയ്തിട്ടാണ് ആ 15 സെന്റ് സ്ഥലത്തിനകത്ത് അത്രയേറെ കൃഷി നടത്തിയത്. What are the methods that can be used to overcome space limitation? What are the possibilities and limitations of each? അപ്പോൾ സ്ഥലപരിമിതികൾ മറികടക്കാൻ ഉപയോഗപ്പെടുത്താവുന്ന മാർഗങ്ങൾ, ഓരോന്നിൻ്റെയും സാധ്യതകളും പരിമിതികളും എന്തെല്ലാമാണെന്ന്. എന്തൊക്കെയാണെന്ന് കുറച്ച് നമ്മൾ അതിൽ കണ്ടു. കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. സാക്ക് ഫാമിംഗ്, പെറ്റ് ബോട്ടിൽ ഫാമിംഗ്, പോട്ട് ഓർ ഗ്രോ ബാഗ് കൾട്ടിവേഷൻ, ടെറസ് ഫാമിംഗ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ. ചാക്കിലെ കൃഷി, പെറ്റ് ബോട്ടിലെ കൃഷി, ചെടിച്ചട്ടിയിലെ ഗ്രോ ബാഗിലെ കൃഷി, ടെറസിലെ കൃഷി, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ്. സോയിൽ ഈസ് റിക്വയർഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ സാക്ക്, പെറ്റ് ബോട്ടിൽസ്, ഗ്രോ ബാഗ്സ് ആൻഡ് ടെറസസ്. ചാക്കിലെയും പെറ്റ് ബോട്ടിലെയും
ഗ്രോ ബാഗിലെയും ടെറസിലെയും കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്. പിന്നെ പോട്ട്, ബോട്ടിൽ, സാക്ക് എക്സെട്ര ക്യാൻ ബി മൂവ്ഡ് അറൌണ്ട് ഡിപ്പെൻഡിങ് ഓൺ സൺലൈറ്റ്. മഴയും വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ചട്ടിയിലെ ബോട്ടിലേക്ക് ഇത് സ്ഥാനം മാറ്റി വെക്കാൻ കഴിയും. പിന്നെന്തോന്നാണ്, നോ സോയിൽ ഈസ് റിക്വയർഡ് ഫോർ അക്വാപോണിക്സ്. അക്വാപോണിക്സിൽ മണ്ണ് ആവശ്യമില്ല. യു ക്യാൻ ആൾസോ ഫാം ബൈ ഹാങ്ങിങ് പെറ്റ് ബോട്ടിൽസ്. പെറ്റ് ബോട്ടിലുകളിൽ തൂക്കിയിട്ടിട്ടും കൃഷി നടത്താം. ടെറസ് ഫാമിംഗ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ സോയിൽ എറേഷൻ ആൻഡ് ഗെറ്റ്സ് പ്ലെന്റി ഓഫ് സൺലൈറ്റ്. അപ്പൊ ടെറസ് ഫാമിൽ മണ്ണൊലിപ്പ് ബാധിക്കുന്നില്ല, പിന്നെന്തോന്നാണ്, ധാരാളം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. However, if you are not careful, the concrete can be damaged. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺക്രീറ്റിന് കേടുവരുകയും ചെയ്യും. അപ്പൊ അതാണ് ആ സാധ്യതകൾ, കുറച്ച് സ്ഥലത്തുള്ള കൃഷിയുടെ സാധ്യതകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ് നമ്മളിന്ന് പഠിച്ചത്? കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ മെയിനായിട്ട് എന്താണ്, അത് വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ഫാർമേഴ്സ് ടു ചൂസ് ന്യൂ വേസ് ഇൻ അഗ്രികൾച്ചർ. കൃഷിയിൽ പുതുവഴികൾ തിരഞ്ഞെടുക്കുന്ന യുവ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ പോസിബിലിറ്റി ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ. കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകളുണ്ട്. ഇത് രണ്ടും പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് എന്താണ് പഠിച്ചത്? ദ അഗ്രികൾച്ചർ സക്സസ് സ്റ്റോറി, കൃഷി ഒരു വിജയഗാഥ. അത് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ഓൺലൈൻ സിസ്റ്റം, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാമിലി മെമ്പേഴ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്, കൃഷിഭവൻ. അത് ഓരോന്നിൻ്റെയും എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അത് നോക്കണം. ഏതൊക്കെ ഓൺലൈൻ സംവിധാനം, സഹകരണ സംഘങ്ങൾ, കുടുംബാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷിഭവൻ. പിന്നെ എന്തോന്നാണ്, മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ, സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള കൃഷി. വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓവർകം സ്പേസ് ലിമിറ്റേഷൻസ്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഈച്ച്. പരിമിതികൾ മറികടക്കാൻ ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ, ഓരോന്നിൻ്റെ സാധ്യതകളും പരിമിതികളും എന്തെല്ലാമെന്ന് അത് നോക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.